ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അതായത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് എന്താണ്, ബാലൻസ് ഷീറ്റിനെ പറ്റിയാണ്. അതായത് ഷെഡ്യൂൾ 3 ഫോർമാറ്റിലെ ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ ഷെഡ്യൂൾ 3 ഫോർമാറ്റിലെ P&L ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഷെഡ്യൂൾ 3 ഫോർമാറ്റ് എന്ന് പറയുമ്പം കമ്പനീസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അപ്പം ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് ഉള്ളത്, എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഈ ക്ലാസ്സിലൂടെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മളൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ നോക്കുന്നത്. നോട്ട്സ്, അക്കൗണ്ട്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പം ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. P&L ബാലൻസ് ഷീറ്റ് പറഞ്ഞ പോലെ തന്നെ നെയിം ഓഫ് ദ കമ്പനി ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡഡ് ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ റുപ്പീസ് ഇൻ ലാക്സ് ആണോ, റുപ്പീസ് ഇൻ തൗസൻഡ്സ് ആണോ, അതെല്ലാം ഉണ്ടാവും. പിന്നെ അതിൽ ആദ്യം തന്നെ നമ്മൾ സാധാരണ ഫോർമാറ്റിൽ ഉണ്ടായിരുന്ന എങ്ങനെയായിരുന്നു, സെയിൽസ് വലത്തേ സൈഡിൽ ഉണ്ടാവും, അതുപോലെ തന്നെ അത് കോസ്റ്റുകൾ ഇടത്തേ സൈഡിൽ ഉണ്ടാവും. ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്യാറ്. ബട്ട് ഇവിടെ എന്തായിരിക്കും, നേരെ ഒറ്റ P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം. ഇതിൽ എന്തുണ്ടാവും, രണ്ടും കൂടി മിക്സ്ഡ് ആയിരിക്കും. സെപ്പറേറ്റ് ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഇതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതാണ്, അങ്ങനല്ല, രണ്ടും കൂടി മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഉള്ളത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സെയിലിന് പറയുന്ന പേരാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഓപ്പറേഷൻസ്, അതായത് നമ്മുടെ ഡെയിലി ഓപ്പറേഷൻസിലൂടെ നമുക്ക് കിട്ടുന്ന റവന്യൂവിനാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. പിന്നെ ഈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും എന്ത്, നമ്മുടെ ഫോർമാറ്റിൽ വരുമ്പം എവിടെ ഉണ്ടാവുക, സെയിൽസ് ആയിട്ട് ഉണ്ടാവുക. ഈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ് സെയിൽസ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള സെയിൽസ് ഓർ ഡയറക്റ്റ് ഇൻകംസ് ആണ് എന്ത്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ. പിന്നെ അതർ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, പിന്നെ അതർ ഗെയിൻസ് എക്സെട്ര ആണ് എന്ത്, അതർ ഇൻകം എന്ന് പറയുന്നത്. ഈ അതർ ഇൻകം എവിടെ ഉണ്ടാവുക, ഇത് P&L. ഇത് നമ്മൾ സെയിൽ എവിടെയാണ് ഉണ്ടാവുക, ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഉണ്ടാവുക. ശരിക്കും നമ്മൾ ഫോർമാറ്റ് നോക്കുമ്പോൾ ഇത് P&L അക്കൗണ്ടിലാണ് ഉണ്ടാവുക. P&L അക്കൗണ്ടിൽ അതർ ഇൻകം, ഇൻട്രസ്റ്റ്, അതർ ഗെയിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് എന്ത്, അതർ ഇൻകത്തിൽ വരിക. അത് രണ്ടും കൊടുക്കുക. അപ്പോൾ ടോട്ടലായിട്ടുള്ള നമ്മുടെ ഇൻകം എത്ര ഉണ്ടെന്ന് കിട്ടും. പിന്നെ എക്സ്പെൻസസിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് മെറ്റീരിയൽ എത്ര പർച്ചേസ് ചെയ്തു എന്നുള്ളത് മാത്രം കൊടുത്താൽ പോരാ. അതിനാദ്യം തന്നെ ഓപ്പണിംഗ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിങ്, ഇതാണെന്ത്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ഇത് മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ്, നോട്ട് പർച്ചേസ്ഡ്. കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ എത്ര കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അളവാണ്. അതിൽ ഓപ്പണിംഗ് ഉള്ള ഐറ്റം എന്തായിരിക്കും, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഓപ്പണിംഗ് നമ്മുടെ കയ്യിൽ ഒരു 10,000 ഉണ്ട്. അതുപോലെ പർച്ചേസ് ഒരു 1 lakh-നുണ്ട്, 20,000 ബാലൻസും ഉണ്ട്. അപ്പോൾ എത്രയാണ് ഉണ്ടാവുക, 10,000 യൂണിറ്റ്സ് 10,000-ൻ്റെ ഗുഡ്സ് ഓൾറെഡി ഉണ്ട്. 1 lakh-ൻ്റെ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു. 1,10,000-ൻ്റെ ഗുഡ്സ് നമ്മുടെ കയ്യിൽ എത്തിയിരുന്നു. അതിലിപ്പം ബാക്കി വെറും 20,000 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ എത്രയാണ് യൂസ് ചെയ്തത്, 10,000 പ്ലസ് 1 lakh, 1,10,000 മൈനസ് 20,000 ഈക്വൽ ടു 90,000 ഓർത്തുള്ള ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തു, മെറ്റീരിയൽ നമ്മൾ എന്ത് യൂസ് ചെയ്തു. അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂമർ എത്ര കിട്ടി, 90,000 എന്ന് കിട്ടി. നെക്സ്റ്റ് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിങ് നടത്തുന്ന, അതായത് നമ്മൾ സാധനം വാങ്ങുന്നു, വിൽക്കുന്നു. ഇപ്പം നമ്മൾ ഫർണിച്ചേഴ്സ് വാങ്ങുന്നു, ബൈ ആൻഡ് സെല്ല്. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നൊന്നുമില്ല, വാങ്ങുന്നു, വിൽക്കുന്നു. അതാണ് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്.
ചേഞ്ചസ് ഓഫ് പിന്നെ നെക്സ്റ്റ് ചേഞ്ചസ് ഓഫ് ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഇത് ഇമ്പോർട്ടൻ്റ് സാധനമാണ്. ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഷെഡ്യൂൾ ടി ഫോർമാറ്റിലുള്ള ഒരു ബാലൻസ് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ അതിലെന്തുണ്ടാവും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. ഇതെന്തിനാണ് കൊടുക്കുന്നത്? ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ശരിക്കും അസറ്റ് അല്ലേ? ഇതെന്തിന് നമ്മൾ ഇൻകത്തിൻ്റെ കൂടെ കൂട്ടുന്നു? കാരണം ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ എടുക്കുന്നത്. അതായത് ഓപ്പണിങ്ങിൽ ശരിക്കും 5000 ഗുഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് ചിലപ്പോൾ എത്ര ഉണ്ടാവും, പർച്ചേസ് 50,000 അല്ലെങ്കിൽ ഒരു 55,000 എന്തുണ്ട്, പർച്ചേസ് ഉണ്ട്. ഓപ്പണിങ് 50,000 5,000 55,000 കൂടി 60,000 ഗുഡ്സ് നമ്മുടെ കയ്യിൽ എത്തി. അതിൽ നിന്ന് ക്ലോസിങ് 10,000 ഗുഡ്സ് ആണുള്ളത്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോയ ഗുഡ്സ് എത്രയാണ്, 50,000 ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയ ഗുഡ്സിൻ്റെ വാല്യൂ. അതായത് അത്രയും കോസ്റ്റ് ഉള്ള ഗുഡ്സാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. അപ്പം ഇങ്ങനെ എത്ര എമൗണ്ട് ഉള്ള ഗുഡ്സാണ് നമ്മൾ സെയിൽ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും കൊടുക്കുന്നത്. അത് ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ എത്ര എമൗണ്ടിനാണ് നമ്മൾ സെയിൽ നടത്തിയത്, സെയിൽസിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, സെയിൽ ചെയ്തിട്ട ഗുഡ്സിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ കേസിൽ നമ്മൾ സ്റ്റോക്ക് കൊടുക്കില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ കൊടുക്കുന്നതാണ് ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഇപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കുന്നതിനെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇത് ഇവിടെ കിട്ടാത്തതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ് കൊടുക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഓപ്പണിംഗ് നിന്ന് എന്ത് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് കുറക്കുക. ഇതെന്തെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഡെബിറ്റ് സൈഡ്, അതായത് എക്സ്പെൻസ് സൈഡിലാണ് കാണിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് എന്ത് കാണിക്കുന്നത്, സാധാ P&L കാണിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന് ഇൻകായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇതെന്താണ് ഐറ്റം, ഇവിടെ വരെ ഇതുവരെ ഇൻകത്തിൻ്റെ സൈഡാണ്. ഇതിന് ഇപ്പം ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഇത് എക്സ്പെൻസസ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെൻസസ് കാണിക്കുമ്പോൾ ഓപ്പണിംഗ് ഒരു എക്സ്പെൻസ് ആണ്, അതുപോലെ തന്നെ ക്ലോസിങ് എന്താണ്, ഒരു ഇൻകാണ്. ഇപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് നിന്ന് ഇൻകം കുറയ്ക്കുക. ഇപ്പോൾ 10,000 ഉണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് 5,000 ഉണ്ടെങ്കിൽ എത്രയാണ്, 5,000 ആണ് എന്ത്, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, അതൊക്കെ ഉണ്ടാവുക. ഇനി നേരെ മറിച്ച് ഇപ്പോൾ ഓപ്പണിങ് കുറവ്, ഓപ്പണിംഗ് 5,000 ക്ലോസിങ് 10,000 ആണെങ്കിൽ ശരിക്കും ഇതെന്താണ്, ഇവിടെ ഒരു ഇങ്കാണ് നമുക്കുള്ളത്. 5,000 നമുക്കൊരു ഇങ്കാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, -5,000 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുക. അതായത് എക്സ്പെൻസിൽ നമ്മൾ എന്ത് ചെയ്യും, -5,000. നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് 10,000, ഒരു 1 lakh ഉള്ളതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, 5,000 മൈനസ് ചെയ്യും. ശരിക്കും ഈ 5,000 എന്താണ്, നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ശരിക്കും അതൊരു എക്സ്പെൻസ് അല്ല. അതായത് ഇവിടെ ഇങ്കാണ് കൂടുതൽ, സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കാണ് കൂടുതൽ, അപ്പോൾ ഇങ്കാണ് കൂടുതൽ. അപ്പോൾ അതിനെക്കൊണ്ട് എക്സ്പെൻസ് 1 lakh വരുന്നില്ല, 95,000 ആണ് വരുന്നത്. ഈ 95,000 ഒരു 10 lakh സെയിൽ ഉണ്ടെങ്കിൽ ആ സെയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇൻകം ഇവിടെ വരുന്നുണ്ട്. 10 lakh 95,000 കുറച്ചാൽ 9,05,000 വരുന്നുണ്ട്. ഓക്കെ, ഇത് മനസ്സിലായോ? അതായത് ചേഞ്ചസ് ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്, സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ,
നെക്സ്റ്റ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിൽ അതായത് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, ബോണസ്, കമ്മീഷൻ, അങ്ങനത്തെ ഒക്കെ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ഐറ്റംസിന് ഫുള്ള് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിൽ വരും. പിന്നെ ഫിനാൻസ് കോസ്റ്റിൽ എന്ത് വരും? ബാങ്ക് ചാർജസ്, ഡിബഞ്ചേഴ്സിൻ്റെ കോസ്റ്റ്, അതായത് ഇൻട്രസ്റ്റ്, ബാങ്ക് ഇൻട്രസ്റ്റ്, അതുപോലത്തെ ഫിനാൻസിങ്ങിന് നമുക്ക് ചാർജ് വരുന്ന എക്സ്പെൻസസ്, ഫിനാൻസിങ്ങിന് നമുക്ക് വരുന്ന എക്സ്പെൻസസ് ഒക്കെ ഫിനാൻസ് കോസ്റ്റിൽ വരും. ബാങ്ക് ചാർജസ് ചില കേസിൽ കൊടുക്കും, ചില കേസിൽ അതർസിലാണ് കൊടുക്കുക. ബാങ്ക് ചാർജസ് അധികം ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഞാൻ റിയൽ ലൈഫിൽ പറഞ്ഞതാണ് ബാങ്ക് ചാർജസ് ഒക്കെ. ഇതിൽ അധികവും ഇൻട്രസ്റ്റ് അതുപോലത്തെ ഐറ്റംസ് ആണ് ഉണ്ടാവുക ഫിനാൻസ് കോസ്റ്റിൽ. പിന്നെ അടുത്തത് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്. ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അസറ്റ്സിൻ്റെ ഡിപ്രിസിയേഷൻ എത്രയുണ്ട് ആ എമൗണ്ട് ഇവിടെ കൊടുക്കും. പിന്നെ അതർ എക്സ്പെൻസ്, ഇതിലിപ്പം വരാത്ത എക്സ്പെൻസസ് എല്ലാം അതർ എക്സ്പെൻസസിൽ വരും. അതിലെല്ലാം അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോട്ട്സ് അക്കൗണ്ട്സിൽ, ഇതിലെല്ലാത്തിലും നോട്ട്സ് അക്കൗണ്ട്സ് ഇതിനൊക്കെ ഉണ്ടാവുമേ. ഫിനാൻസ് കോസ്റ്റ് ആണെങ്കിലും അതിലുണ്ടാവും. ഏതാണ് ഈ ഫിനാൻസ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഏത് കോസ്റ്റാണ്, ഇൻട്രസ്റ്റ് ആണോ, അങ്ങനെ എല്ലാത്തിനും നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ആ നോട്ട്സിൻ്റെ നമ്പറൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ ഒരൈറ്റം മാത്രം ഉള്ളതാണെങ്കിൽ നിങ്ങൾ നോട്ട്സിൽ കൊടുക്കേണ്ടതില്ല, ഇവിടെ വേണമെങ്കിൽ ബ്രാക്കറ്റിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ എക്സ്പെൻസസ് കിട്ടും. എന്നിട്ട് ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആൻഡ് ടാക്സ്. ടാക്സിൻ്റെയും അതുപോലെ തന്നെ എക്സെപ്ഷണലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റത്തിൻ്റെയും മുന്നുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എക്സെപ്ഷണൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഡെയിലി ഓപ്പറേഷൻസ് എന്നല്ലാതെ എക്സെപ്ഷണൽ ആയിട്ട് വൺ ടൈം ആയിട്ട് വന്നിട്ടുള്ള ഇൻകമോ എക്സ്പെൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡോ ലെസ്സോ ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആൻഡ് ടാക്സ് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് എക്സ്ട്രാ ഓർഡിനറി ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ഓർ ലെസ് ചെയ്യും. ആഡ് ഓർ ലെസ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് എത്രയാണോ അതിൽ കറണ്ട് ടാക്സും ഉണ്ടാവും, ഡെഫേർഡ് ടാക്സും ഉണ്ടാവും. കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ കറണ്ട് ടാക്സ് ആയിട്ട്, അതായത് പ്രൊവിഷൻ ആയിട്ടായിരിക്കും ഈ കറണ്ട് ടാക്സിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. പ്രൊവിഷൻ ആയിട്ടായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇതിൻ്റെ എൻട്രി എങ്ങനെ വരിക എന്ന് വെച്ചാൽ ടാക്സ് ടു ഇൻകം ടാക്സ് പേയബിൾ, ഇൻകം ടാക്സ് ടു ഇൻകം ടാക്സ് പേയബിൾ 10,000 ആണ്. 10,000 ഇത് ബാലൻസ് ഷീറ്റിലേക്ക് പോകും. മറ്റൊന്ന് നമ്മളെ എക്സ്പെൻസ് ആയിട്ട് ഇവിടേക്ക് വരും. ഓക്കെ, കറണ്ട് ടാക്സ് അതുപോലെ തന്നെ ഡെഫേർഡ് ടാക്സ് ഉണ്ടെങ്കിൽ ഡെഫേർഡ് ടാക്സ് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പം ക്ലിയർ ആയില്ലെങ്കിലും വിഷമിക്കേണ്ട. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ പീരീഡ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. ടാക്സ് എക്സ്പെൻസ് ഓഫ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്രാവശ്യം മുതൽ, അതായത് ഇപ്പം നിങ്ങൾക്ക് 2 പ്രൊഡക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ 2 ബ്രാഞ്ചസ് ഉണ്ട്. ഒരു ബ്രാഞ്ച് ബാംഗ്ലൂർ, ഒരു ബ്രാഞ്ച് ചെന്നൈയിൽ, ഒരു ബ്രാഞ്ച് കൊച്ചിയിൽ. അപ്പോൾ ഇതിൽ ചെന്നൈയിലുള്ള ബ്രാഞ്ച് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ലാസ്റ്റത്തെ എന്തായിരിക്കും? പീരീഡ് ആയിരിക്കും. ഇത് ഡിസ്കണ്ടിന്യൂയിങ് ബിസിനസ് ആണ്.
അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂയിങ് ബിസിനസ്സിൽ നിന്ന് വരുന്ന പ്രോഫിറ്റിനെയും അതിനെയൊക്കെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഇതൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട് വേറെ. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളാണ്, അതിനെ കൊണ്ടാണ്, അതിൻ്റെ റിക്വയർമെൻറ്റ് അതിനെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിൽ നിന്ന് വരുന്ന പ്രോഫിറ്റിനെ ഇവിടെ കൊടുക്കുക, അതിന് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ വരുന്ന പ്രോഫിറ്റ് ഇവിടെ കൊടുക്കുക, ടാക്സ് എക്സ്പെൻസ് ലെസ് ചെയ്യുക, എന്നിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ ടാക്സ് ഇവിടെ കിട്ടും. എന്നിട്ട് ഈ പ്രോഫിറ്റും അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് കണ്ടിന്യൂയിങ് ബിസിനസ് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ പീരീഡ് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബേസിക് EPS ഏർണിങ്സ് പെർ ഷെയർ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഏർണിങ്സ് പെർ ഷെയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ EPS ഇസ് ഈക്വൽ ടു ഏർണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയാണ് ഏർണിങ്സ് ഉള്ളത്, അതായത് ഈ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് അല്ലേ, അതാണ് നമ്മുടെ പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് 10 lakh പ്രോഫിറ്റ് ഉണ്ട്. നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് ഷെയർസ് ഉള്ളത് 10,000 ഷെയർസ് ആണുള്ളത് എന്ന് വെച്ചാൽ ₹100 ആയിരിക്കും എന്ത് EPS എന്ന് പറയുന്നത്. ഒരു ഷെയർ ഉള്ള ആൾക്ക്, ഇപ്പം ഒരു ഷെയർ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് എത്ര കിട്ടും, ₹100 ആയിരിക്കും അയാളുടെ ഏർണിങ്സ്. അതാണ് EPSനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏർണിങ്സ് പെർ ഷെയർ. അതിൽ ബേസിക് ഉണ്ട്, ഡയലോഗ് ഉണ്ട്, അതിനെ കുറിച്ചൊന്നും അധികം പോകുന്നില്ല. അപ്പോൾ ഇത്രയാണ് എന്ത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ ആനക്ചറിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഒരു ഐറ്റംസിൽ എന്നുള്ളതുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ജസ്റ്റ് നോക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. ഓക്കെ, എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം, നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കാം.